നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഇതുവരെ ലോകം കരകയറിയിട്ടില്ല. നമുക്കറിയാം, കോവിഡിന് ശേഷം ലോകത്തിന്റെ ക്രമം തന്നെ ആകെ മാറിയിട്ടുണ്ട്. ലോകമാകെ ഒരു വലിയ പ്രയാസത്തിനിടയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം G20 അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് നിരവധി രാജ്യങ്ങൾ വലിയ ആശങ്കയൊക്കെ പങ്കുവച്ചിരുന്നു, ഇന്ത്യ ഇത് വിജയകരമായി നടത്തുമോ ഇല്ലയോ എന്നത്. പക്ഷെ രാജ്യം അതിന്റെ എല്ലാ തിളക്കത്തോടും കൂടി തന്നെ G20 അധ്യക്ഷ പദവി വഹിച്ചു. എന്തായാലും കോവിഡ് സമയത്തും ശേഷവും ലോകം നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ഇന്ത്യ വിജയകരമായി തന്നെ മറികടന്നിട്ടുമുണ്ട്. ഈ G20 സമ്മേളനത്തിനിടയിൽ ഏറ്റവും അധികം ചർച്ചയായ ഒന്നായിരുന്നു ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നത്. റെയിൽ കപ്പൽ മാർഗങ്ങളിലൂടെയുള്ള ഈ ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് G20 ഉച്ചകോടിയിൽ വെച്ചാണ് ഒരു അന്തിമ ധാരണയാവുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിനോടൊപ്പം തന്നെ യൂറോപ്യൻ കമ്മീഷണർ അധ്യക്ഷ ഉർസുല വോൺഡർ ലെയ്നും ചേർന്നാണ് ആ പ്രഖ്യാപനം നടത്തിയതും. ഇന്ത്യയിൽ നിന്നും കപ്പലിൽ ഗൾഫിലടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർന്ന് ട്രെയിനിൽ യൂറോപ്പിലേക്കും ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്ന ഒരു വമ്പൻ പദ്ധതി, ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഇത്. ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും പുറമെ US, സൗദി അറേബ്യ, UAE, ഫ്രാൻസ്, ജോർദാൻ, ഇസ്രായേൽ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ വമ്പൻ പദ്ധതി. വിവിധ രാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്തിക്കൊണ്ട് ചൈനയുടെ വൻകിട വാണിജ്യ ശൃംഖലയായ ബെൽറ്റ് ആൻഡ് റോഡിന് ബദലായുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടതാവട്ടെ ഇന്ത്യയും US-ഉം ചേർന്നായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമായിരുന്നു ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് എന്ന ഒരു പാത. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഫലമായിരുന്നു ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. എന്തായാലും ഇത് തന്ത്രപരമായും വാണിജ്യപരവുമായും രാജ്യത്തിനും മറ്റുള്ള രാജ്യങ്ങൾക്കുമൊക്കെ ഒരു ഗെയിം ചേഞ്ചറായി വർത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഈ സാമ്പത്തിക ഇടനാഴിയെ കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകളോളം ലോക വ്യാപാരത്തിന്റെ മാർഗമായി ഇത് മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി. വരുന്ന നൂറുകണക്കിന് വർഷങ്ങളിൽ ഈ ഇടനാഴി ലോക വ്യാപാരത്തിന്റെ ആധാരമായി മാറും. ഇടനാഴിക്കായി മുൻകൈ എടുത്തത് ഇന്ത്യയാണ് എന്ന് ചരിത്രം ഓർമ്മിക്കുമെന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഈ വാക്കുകൾ തന്നെയാണ് ഇന്ന് നിർമ്മല സീതാരാമനും കടമെടുത്ത് പറഞ്ഞത്. അതിനർത്ഥം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള വികസനപരമായ പദ്ധതികളിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ മോദി ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിന്റെ വികസനം മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി 4 വോട്ടുകൾ അധികം കിട്ടുന്നതിന് വേണ്ടി ഒരു സ്വപ്ന പദ്ധതിയും അല്ലെങ്കിൽ ഒരു വമ്പൻ പ്രഖ്യാപനവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുമില്ല. അതൊക്കെ ഈ സർക്കാരിന്റെ ആത്മവിശ്വാസം തന്നെയാണ് എടുത്തുകാട്ടുന്നത്. പെട്ടെന്ന് ഫലം തരുന്ന പദ്ധതികളല്ല, മറിച്ച് മുൻപോട്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഭാവിക്കൊക്കെ ഉതകുന്ന തരത്തിൽ ഈ ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പോലെയുള്ള വമ്പൻ സ്വപ്നങ്ങൾ കാണാൻ ഇപ്പോൾ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് ഒരു വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും നാളും മറ്റു രാജ്യങ്ങളായിരുന്നു വമ്പൻ പദ്ധതികൾക്കൊക്കെ കുടപിടിച്ചതും മുന്നേ നടന്നതുമെങ്കിൽ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു. ഇന്ത്യ ഇന്ന് മറ്റു രാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് വൻകിട പദ്ധതികൾ സാധ്യമാക്കാനുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മാത്രമാണ് രാജ്യം കണ്ടിട്ടുള്ളത്. അങ്ങനെ മോദി ഗോളടിക്കാൻ ഒരുങ്ങുകയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കല്ല, മറിച്ച് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.